വില പറഞ്ഞെടുത്തു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ മത്സരിക്കാം. മത്സരിച്ചിട്ട് മുസ്ലിം വോട്ടുകളെ ഭിന്നിപ്പിക്കുക. എന്റെ CPM മുസ്ലിം വോട്ടുകളെ കുറിച്ച് നിങ്ങൾ എത്ര മേൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്? നിങ്ങൾ എന്താ കരുതിയത്? ഏതെങ്കിലും ഒരു തീവ്രവാദി വന്ന് 4 പ്രസംഗം നടത്തുമ്പോൾ 10-60 കൊല്ലക്കാലം കൊണ്ട് കെട്ടിപ്പടുത്ത ഈ സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥിതിയെ നിരാകരിച്ചുകൊണ്ട് ഇവർ പോകുമെന്നാണോ? അങ്ങനെയാണോ നിങ്ങൾ ധരിച്ചു വെച്ചത്? അങ്ങനെ അത് കരുതി നിങ്ങൾ എന്താ ചെയ്തത്? അവിടെ അങ്ങ് കണ്ണൂരിൽ ഇവരെ കൊണ്ടുപോയി നിർത്തിയെന്ന് മാത്രമല്ല, വലിയ വായിലെ വർത്താനായിരുന്നു. എന്തൊക്കെ വർത്താനങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ ഒരു TV ചാനലിൽ വന്നപ്പോ അതിന്റെ നേതാവ് പറയാണ്, ഇവിടെ മത്സരം UDF ഞങ്ങളും തമ്മിലാണ്. ആര്? ഈ പറയുന്ന ആൾക്കാർ തമ്മിലാണ്. ഈ സുഡുപ്പിക്കാരും നമ്മളും തമ്മിലാണ് മത്സരം. അതിന് കാരണം പറഞ്ഞത്, ഒന്ന്, ഞങ്ങളുടെ ഏറ്റവും ശക്തമായ കേരളത്തിലെ മണ്ഡലം കണ്ണൂരാണ്. ആരുടെ? ഈ LDF-കാരൻ. രണ്ടാമതോ, LDF-നോട് പിണങ്ങി നിൽക്കുന്ന INL-കാരൻ വോട്ട് ചെയ്യും. വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ജമാഅത്ത് തീരുമാനത്തോട് മടിയുള്ള മുസ്ലിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. പിന്നെ PDP-യുടെ കുറച്ച് വോട്ടും. ഇതെല്ലാം കൂടി കിട്ടിയാൽ ഞങ്ങൾ ജയിക്കും. വമ്പിച്ച വർത്താനായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എണ്ണി നമ്മൾ കണ്ടു, ഒരു അസാധുവിന്റെ വോട്ട് പോലും ഇല്ല. ഒരു 3200 വോട്ട്. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് സംഗതി എന്തായാലും അത് നിങ്ങൾ മത്സരിച്ചത് നന്നായി എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. കാരണം അതിന്റെ ഒരു കണക്ക് നമുക്ക് കിട്ടിയല്ലോ. എത്ര 2 പൈസ സാധനങ്ങളിൽ. ഇനി അള്ളാന്റെ അനുഗ്രഹത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരും കൂടി ഇത് മത്സരിച്ചാൽ ഒന്നിനുള്ള വീർപ്പുണ്ടെന്നല്ല, ഒരു കണക്ക് കിട്ടാനാണ്. സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് നമുക്ക് അത്യാവശ്യം വോട്ടൊക്കെ ആവശ്യം വരും. രാഷ്ട്രീയക്കാർക്കൊക്കെ അത് വേണ്ടി വരും. അപ്പൊ ആ വോട്ടിനും വേണ്ടി ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുമ്പോ ഇള്ളതിന്റെ കായ് എന്ന് വാങ്ങിയാൽ പോരെ. ഇപ്പൊ ഒരു 3200 വോട്ടല്ലേ വർത്താനല്ലേ പറയുള്ളൂ. അല്ലാതെ പൊന്നേരി ഞങ്ങളെ ഏൽപ്പിച്ചത്, മഞ്ചേരി ഞങ്ങളെ ഏൽപ്പിച്ചത്, ഇനി വായിക്കൊള്ളാത്ത വലിയ ബടായി വിടില്ലല്ലോ. അതുകൊണ്ട് അവനാന്റെ ശക്തി മനസ്സിലായി നമുക്ക് സന്തോഷമായി, തരക്കടില്ല. വലിയ വന്നിട്ട് രസകരമായ കാര്യം അതല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തോപ്പിട്ടതിന് ശേഷം TV-യിൽ ഒരു അഭിമുഖം, അതിനകത്ത് പറയണം ഞങ്ങളൊരു 25,000 വോട്ട് പിടിക്കേണ്ടതായി. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ, തലേ ദിവസം ലീഗുകാർ വന്നിട്ട് ഞങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങൾ UDF-ന് പിന്തുണ കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് വോട്ട് ആർക്ക് ചെയ്യണം? അബ്ദുള്ള കുട്ടിക്ക് ചെയ്യണം. എന്റെ ചങ്ങായിമാരെ, തലേ ദിവസം ഞങ്ങൾ വന്ന് പറഞ്ഞാൽ കേൾക്കുന്ന അണികൾ അങ്ങനെതെങ്കിലും നിങ്ങളെന്തിനു മുമ്പിൽ കൊടി പിടിച്ചു കിടന്ന് ഒറ്റ മണിക്കൂറോട് പറഞ്ഞാൽ 10-20 കൊല്ലക്കാലം കരാട്ടയും കുമ്പും എല്ലാം കൂടി പഠിപ്പിച്ച് നിങ്ങളെ ആൾക്കാർ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന ടീമാ? എന്ത് വർത്താനാണ് നിങ്ങൾ പറയുന്നത്? എത്ര 20 കൊല്ലായി നിങ്ങൾ ഏർപ്പാട് തുടങ്ങി. അറിയാം, 20 കൊല്ലായി. ആദ്യം വൈമ, കൈമ, തൈമ, അത് കഴിഞ്ഞിട്ട് NDF, അത് കഴിഞ്ഞപ്പോ പിന്നെന്താണ് പോപ്പുലർ ഫ്രണ്ട്, അത് കഴിഞ്ഞപ്പോ ഒരു പുതുപ്പി. ഇപ്പൊ അനുയായികൾ പറയാം നിർത്ത് പേര് മാറ്റില്ല, ഓർമ്മിക്കാൻ വയ്യാന്നാണ്. ആഴ്ചക്കാഴ്ചക്ക് പേര് മാറ്റില്ലേ? 20 കൊല്ലം കഴിഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു പേര് കണ്ടുപിടിക്കാത്ത ഈ ജാതി ചരക്കുകളെയും കൊണ്ടാണ് 60 കൊല്ലം ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ നട്ടുൾവയർത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയോട് മത്സരിക്കാൻ നിങ്ങൾ വരുന്നത്. CPM മനസ്സിലാക്കണം, ഈ ചരക്കുകളെയും കൊണ്ട്. നിങ്ങൾ അറിയുമോ, PDP അബ്ദുൽ നാസർ മദനി ISS പിരിച്ചുവിട്ട് PDP രൂപീകരിച്ചു. ആ PDP രൂപീകരിച്ച് കേവലം 4.5 മാസം കഴിയുന്നതിന് മുമ്പ് അത് അയാൾ തിരുവങ്ങാടിയിൽ മത്സരിക്കാൻ പറ്റും. ആലോചിക്കണം, ആന്റണിയെ പോലെ ഒരു പ്രതിപാദനൻ, ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്, മുസ്ലിം ലീഗിന്റെ ഉരുക്ക് കോട്ടകളിൽ ഒന്നായ തിരുവങ്ങാടി 14,000 വോട്ടാ മദനി ഞെട്ടിച്ചു കളഞ്ഞു മലയാളികൾ. ജനിച്ചിട്ട് 4.5 മാസമാകുന്നതിന് മുമ്പ് PDP. ആ PDP-യാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു 10 കൊല്ലമായപ്പോ അതിന്റെ അവസ്ഥ ഏകദേശം ഒരു 1400 വോട്ടും എത്തി നിൽക്കുന്നത്. അറിയാം നിങ്ങൾ. എന്നിട്ടാണ് 20 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് 3200-ആണ്. അതുകൊണ്ട് വിഷമൊന്നും വിചാരിക്കണ്ട, ഒരു 20 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഒരു 6000 വോട്ടൊക്കെ കിട്ടും. നിങ്ങളെ നിരാശപ്പെട്ട് മാറിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പഴയ സാധ്യതയിൽ നിന്ന് കേരളം കാര്യങ്ങളെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഒറ്റ ഉപകാരം നിങ്ങൾ ചെയ്തത് എന്താ? ഉപകാരം അറിയോ നിങ്ങൾ? ഇന്ത്യയിൽ മുഴുവൻ ബിജെപിയുടെ ശക്തി കുറയാണ്. BJP ഇന്ത്യയുടെ മണ്ണിൽ ഉഗ്രപ്രതാപത്തിൽ നിന്ന കാലത്ത് BJP കേരളം അംഗീകരിച്ചില്ല. BJPക്ക് അനുകൂലമായി നിന്നില്ല. എന്നാൽ ഇന്ത്യ മുഴുവൻ BJP തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സംഘപരിവാരത്തിന്റെ ഫാഷിസത്തിന്റെ മുനോടിയാണ്. ഇന്ത്യ ശക്തമായ ജനാധിപത്യത്തിന്റെ മാർഗത്തിലേക്ക് വരികയാണ്. സംഘപരിവാര ശക്തികളുടെ ഗൂഢാലോചനകൾ, നെറികേടുകൾ, വൃത്തികേടുകൾ ലോകം തിരിച്ചറിയുകയാണ്, ഇന്ത്യ തിരിച്ചറിയുക. അങ്ങനെ വരുമ്പോ വിജയകാലത്ത് തിരിച്ചു നിന്ന മലയാളം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ നില മെച്ചപ്പെടുത്തി കൊടുത്തു. അപകടകരല്ലേ? BJPക്ക് 2 മണ്ഡലത്തിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറത്ത് തീവ്രവാദികൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് നൽകി എന്ന് പറയുന്ന സംഭാവന എന്താണെന്ന് പറയാൻ സാധിക്കുമോ? എന്താ? ഞാൻ ചോദിക്കട്ടെ, അബ്ദുൽ നാസർ മദനി ആവട്ടെ, മറ്റാരാവട്ടെ, കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് ചെയ്തു വെച്ച ഉപകാരം എന്താണ്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ നന്മയുടെ, അവരുടെ മനോഹാരിതയുടെ, അവരുടെ ശ്രേഷ്ഠതയുടെ, അവരുടെ ഔന്നത്യത്തിന്റെ ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നായിരുന്നു അവരുടെ താടിയും തലപ്പാവും എന്ന് പറയുന്നത്. ആ താടിയും തലപ്പാവും നേരത്തെ തന്നെ തീവ്രവാദികൾക്ക് വിട്ടുകൊടുത്തവർ കേരളക്കരയിൽ അബ്ദുൽ നാസർ മദനിയും സൂഫിയ മദനിയും
പർദ്ദ കൂടെ തീവ്രവാദത്തിന്റെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തി കൊടുത്തു. നിങ്ങൾ ചെയ്ത ഉപകാരം. എന്നിട്ട് ഉളുപ്പും മര്യാദയില്ലാതെ അബ്ദുൽ നാസർ മദനി പ്രസംഗിക്കുകയാണ് മെനഞ്ഞാന്ന്. എന്താ പറഞ്ഞത്? താടിയും തലപ്പാവും പർദ്ദയുമാണ് ഞങ്ങളുടെ പുതുക്കാൻ കാരണം. അബ്ദുൽ നാസർ മദനി അങ്ങേക്ക് ചരിത്രമില്ല, അങ്ങേക്ക് ചരിത്രം അറിയില്ല. താടിയും തലപ്പാവും ഒരു അപകടവും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളെക്കാൾ വലിയ താടി വെച്ചവനായിരുന്നു സൂഫിവരനായ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. നിങ്ങളെക്കാൾ വലിയ താടി വെച്ചവരും തൊപ്പി വെച്ചവരുമായിരുന്നു ഖായിദ മില്ലത്ത്. ആ ഖായിദ മില്ലത്ത് താടിയും തൊപ്പിയും വെച്ച് പോയത് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിലേക്കാണ്. അറിയോങ്ങള്, ഒരു നിയോജക മണ്ഡലം കാണാതെ ജനങ്ങൾ നെഞ്ചേറ്റി പിടിച്ച് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിലേക്ക് പറഞ്ഞുവിട്ട ആൾ. ഇന്ത്യയുടെ പാർലമെന്റിലെ പ്രസംഗം അന്ന് അന്താരാഷ്ട്ര സഭയിൽ അത് എടുത്തു ധരിക്കാൻ മാത്രമുള്ള പ്രാഗൽഭ്യം ഈ താടിക്കാരന്റെ, ഈ തലപ്പാവുകാരന്റെ മാന്യതക്കുണ്ടായിരുന്നു. താടിയും തലപ്പാവും വെച്ച ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ തമിഴ്നാട്ടുകാർ ഒരു ജില്ല കൊടുത്ത് ആദരിച്ചു, ഖായിദ മില്ലത്ത് ജില്ല. അതേ തമിഴ്നാട്ടിലെ ജയിലിൽ താടിയും തലപ്പും വെച്ച അബ്ദുൽ നാസർ മദനി പോയി കടന്നു. ഇതാ വ്യത്യാസം. താടിന്റെയും തലപ്പാവിന്റെയും കയ്യിലിരിപ്പിന്റെ മോശത്തരാൻ, കയ്യിലിരിപ്പിന്റെ മോശത്തരാൻ. താടി വെച്ചത് കൊണ്ട് ആരും അപകടം ഈ സമുദായത്തിൽ ആർക്കുണ്ടായിട്ടില്ല. കേരളക്കരയിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഈ രാജ്യത്തിലെ ജനങ്ങളുടെ സെക്കുലർ അവബോധമുള്ള പൊതുസമൂഹത്തിന്റെ നരമ്പുകളിൽ ചോര ഓടുന്ന കാലത്തോളം അത് സംഭവിക്കില്ല. ഇവിടെ അതിന് മാന്യത കൊടുത്തിട്ടുണ്ട്. മഹാനായ ബാപ്പുത്തങ്ങൾ, മഹാനായ പുക്കോയത്തങ്ങൾ, മഹാനായ സിയത്തിന്റെ ആ തൊപ്പി മലയാളത്തിലെ സെക്കുലർ സമൂഹത്തിന്റെ തൊപ്പിയായിരുന്നു. അഭിവന്ദനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ആ ശിഹാബ് തങ്ങളുടെ തലപ്പാവ് മലയാളി നെഞ്ചെട്ടിപ്പിടിച്ച് സ്വീകരിച്ചിട്ടില്ലേ? താടി അപകടമാണോ? അതല്ലെങ്കിൽ തലപ്പാവ് അപകടമാണോ? ഈ സമുദായത്തിനോ നാട്ടിനോ ഒന്നും അത് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇടക്കിടക്ക് പറയാൻ, എന്താ, ഞാൻ നിസ്കരിച്ചു വരുമ്പോ, ഞാൻ ഒതുടുത്ത് നിൽക്കുമ്പോ, ഞാൻ റുക്കൂ പോയപ്പോ, ഞാൻ സുജൂദ് പോയപ്പോ, അടുത്ത വെള്ളിയാഴ്ച ജുമ നമസ്കാരത്തിന് ശേഷം, എന്നിട്ട് ഭീമാ പള്ളിയിൽ പോയി ദുആ ചെയ്തതിന് ശേഷം ഞങ്ങളൊക്കെ നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ നോമ്പോക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇതിങ്ങനെ പറഞ്ഞിറക്കണോ? ആരെ പഠിപ്പിക്കാൻ? എന്തിനാ ഇത്? മുസ്ലിം സന്യാസിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാനോ? അതിനു വേണ്ടിയാണോ? എന്നിട്ട് ഞാൻ മരിക്കുന്നത് വരെ നിരാഹാരം. എന്റെ ചങ്ങായിമാരെ, ഈ നിരാഹാരം എന്ന് പറഞ്ഞാൽ അനിസ്ലാമികൾ. തന്റെ ശരീരത്തെ പീഡിപ്പിക്കാൻ പാടില്ല, മറ്റൊരുത്തനെയും പീഡിപ്പിക്കാൻ പാടില്ല. അറിയാമോ ഇസ്ലാമിന്റെ വിധിയതാണ്? ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ ഇസ്ലാം. അറിയില്ലെങ്കിൽ കൂടെ കൂടിയ പണ്ഡിത വേഷധാരികൾ പറഞ്ഞു കൊടുക്കണം എന്താ ഇസ്ലാം. എന്നിട്ട് മരിക്കുന്നത് വരെ. അങ്ങനെ ഉണ്ടോ? ആത്മഹത്യ ഇസ്ലാമിലുണ്ടോ? ആത്മഹത്യ ചെയ്യാൻ പോവാണ്. എന്താ പറഞ്ഞത്? മരിക്കുന്നത് വരെ. അബ്ദുൽ നാസർ മദനിയോട് ഞാൻ ചോദിക്കട്ടെ, അങ്ങയുടെ ഈ നിരാഹാര സമരം ആർക്കു വേണ്ടിയാ? PDP പ്രവർത്തകർക്ക് വേണ്ടിയാണോ? PDPക്കാർക്ക് വേണ്ടി അല്ല. നിങ്ങളുടെ കാല് പോയപ്പോ ISS ടെലിഫോൺ ബൂത്തുകാരെ ഞങ്ങൾ പിരിച്ചുവിട്ടു ഇല്ലേ? നിങ്ങളിൽ വിശ്വസിച്ചു നിങ്ങളുടെ പരാക്രമങ്ങളിൽ ആകൃഷ്ടരായ ഒരുപാട് ചെറുപ്പക്കാരെ റോട്ടുമ്മലാക്കിയിട്ട് പിരിച്ചു. നിങ്ങൾ ജയിലിൽ പോയി കടന്നു. ഉടനെ വന്നിട്ട് പറഞ്ഞു, ഹേയ് തീവ്രവാദ പ്രസംഗേ നിർത്തി, നിങ്ങൾ ജയിലിൽ കിടന്നേരും. അപ്പോഴും കുറെ സാധുക്കൾ ബസ് കത്തിച്ച് റോഡ് കുഴപ്പമുണ്ടാക്കി ജയിലിൽ കിടക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാര്യ ജയിലിലേക്ക് പോയി. ഉടനെ പറഞ്ഞു, മരിക്കണവരെ നിരാഹാരം. അബ്ദുൽ നാസർ മദനി ഫയാദിന്റെ ഉമ്മയുടെ കണ്ണുനീരിന് ആരാ സത്യാഗ്രഹം കിടക്കുക? അബ്ദുൽ നാസർ മദനി, നിങ്ങൾ പറയണം, നസീറിന്റെ ബാപ്പയുടെ കണ്ണിലെ ചോരക്ക് നിങ്ങൾ ആരാ സത്യാഗ്രഹം കിടക്കുക? റഹീമിന്റെ ഉമ്മയുടെ പൊട്ടിക്കരത്തിൽ കേൾക്കുമ്പോ നിങ്ങൾ ആർക്കു വേണ്ടിയാ സത്യാഗ്രഹം ഇരിക്കുക? ഞാൻ ചോദിക്കട്ടെ, PDPയുടെ 100 കണക്കിന് പ്രവർത്തകന്മാർ ജയിലിലുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ സത്യാഗ്രഹം നടത്തുവോ? നടത്തില്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ മേത്ത് പൊള്ളിയപ്പോ, നിങ്ങൾക്ക് സംഭവിച്ചപ്പോ, നിങ്ങളുടെ സുഖജീവിതങ്ങൾക്ക് തടസ്സമുണ്ടായപ്പോ ഇല്ലേ, അവരും കരഞ്ഞിട്ടുണ്ട്. എന്റെ മോന്റെ മയ്യത്തനിക്ക് വേണ്ട എന്ന് കരയുന്ന ഒരു ഉമ്മയുടെ വേദന അറിയൂല. എന്റെ ഈ രാജ്യത്തിന് വേണ്ടിയാ നിൽക്കുന്നത്, രാജ്യദ്രോഹിയായ മകനെ എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു ബാപ്പയുടെ വേദന അറിയില്ല. മദനി നിങ്ങൾക്ക് അറിയില്ല. എന്നിട്ട് സമുദായത്തിന്റെ വില പറയാം. സമുദായത്തിന്റെ മൊത്തം കുത്തക എന്താണ്? മദനി ആരെങ്കിലും വിമർശിച്ചാൽ മുസ്ലിം സമുദായത്തെ വിമർശിക്കുന്നു. മുസ്ലിം സമുദായം എന്താ? നിങ്ങളെ തറവാട്ട് സ്വക്കാൻ നിങ്ങൾക്ക് തീരെഴുതി തന്നിട്ടുണ്ടോ? ഈ സമുദായം നിങ്ങളെ വിമർശിക്കാൻ ആർക്കും അധികാരമില്ല. രമേശ് ചെന്നിത്തല വിമർശിച്ച പറയാണ് ഹിന്ദു ഫാഷിസത്തിന്റെ മുഖം. എന്ത് ഹിന്ദു ഫാഷിസത്തിന്റെ മുഖം? ഗണേശൻ വിമർശിച്ച പറയാ. അബ്ദുൽ നാസർ മദനി ഒരു കാര്യം മനസ്സിലാക്കണം, ലീഗിനെ വിമർശിച്ചാൽ അത് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള വിമർശനമല്ല. ആരാ പറഞ്ഞ അങ്ങനെയാണ്? ലീഗ് വേറെ മറുപടി പറഞ്ഞോളൂ. ലീഗ് വേറെ പറയണം. മുസ്ലിം സമുദായത്തിലുള്ള വിമർശനമല്ല. രാജ്യത്തെ കള്ളൻ ഹിന്ദു കള്ളൻ എന്ന് വിളിക്കാറുണ്ടോ? മുസ്ലിം കള്ളൻ എന്ന് വിളിക്കാറുണ്ടോ? രാജ്യത്തെ കൊലപാതകി ഹിന്ദു കൊലപാതകി, മുസ്ലിം കൊലപാതകി. ഈ രാജ്യത്തിന്റെ ക്രിമിനൽ നിയമത്തിൽ ഒരു എല്ലാവർക്കും ബാധാണ്. അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയും ഇല്ല.